പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു പ്രഭാതത്തിന് നമുക്ക് കർത്താവിന് നന്ദി പറയാട്ടോ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കരുതലും കൃപയും നമ്മോടൊപ്പം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് കടന്നു വരണേ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും, എൻ്റെ സമൂഹത്തിലുള്ള എല്ലാവരെയും അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഒരു യാചന നമ്മുടെ മനസ്സിൽ വേണം, ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ വേണം. അതിതാണ്: കർത്താവേ, എൻ്റെ മനസ്സ് അങ്ങയിൽ ഉറപ്പിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. എൻ്റെ മനസ്സ് അങ്ങയിൽ ഉറപ്പിക്കാനുള്ള കൃപ നൽകണമേ എന്ന് അണ്ടർലൈൻ ചെയ്ത് കേൾക്കുക. ഉറപ്പിക്കാൻ. ഇന്ന് മനസ്സ് ഈശോയിൽ ഉറക്കാത്ത ഒത്തിരി പേരുണ്ട്. ഈശോയിൽ ഉറച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഈശോയിൽ മനസ്സ് ഉറച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുമോ? അവിടെ നിന്ന് നമ്മെ നയിക്കും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സഞ്ജു സാംസൺ, അദ്ദേഹം ഇന്ത്യയെ ഒരു നോക്കൗട്ട് മത്സരത്തിൽ 2020 വേൾഡ് കപ്പിൽ വിജയിപ്പിക്കുകയുണ്ടായി. 10-11 വർഷമായി ആഭ്യന്തര ക്രിക്കറ്റും അദ്ദേഹം കളിക്കുന്നത്. ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായി. കൂടുതൽ താഴ്ചകളായിരുന്നു. ടീമിൽ നിന്ന് തന്നെ അവഗണനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വല്ലാതെ മാനസികമായിട്ടുള്ള പ്രഷറിലൂടെയൊക്കെ കടന്നു പോവുകയുണ്ടായി. ഇങ്ങനെ പറയുമല്ലോ, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ബി സഞ്ജു. ഈ സഞ്ജു ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലെന്നുള്ളൊരു ചൊല്ലുപോലും ഉണ്ട്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കളി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടീമിനെ വിജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം കണ്ടോ? അത്രയും കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കളി കഴിഞ്ഞപ്പോൾ മുട്ടുമേൽ നിന്ന്, ആ ഗ്രൗണ്ടിൽ മുട്ടുമേൽ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചൊല്ലി ആകാശങ്ങളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. പിന്നീട് ഡ്രസ്സിംഗ് റൂമിലും ചെന്നിട്ട് അദ്ദേഹം മുട്ടുമേൽ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. കണ്ടോ? ആ മനുഷ്യൻ ഉയർച്ചകളുണ്ടായിരുന്നു, താഴ്ചകളുണ്ടായിരുന്നു, വല്ലാതെ ചവിട്ടിയരക്കപ്പെട്ട അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ജോബ് കർത്താവിൽ ഉറച്ചു നിന്നു. സഹനങ്ങൾക്കപ്പുറത്ത് കർത്താവ് അവനെ ഉയർത്തി. പൂർവ്വ യോസേപ്പ് കർത്താവിൽ ഉറച്ചു നിന്നു. സഹനങ്ങൾക്കപ്പുറത്ത് അവനെ ഈജിപ്തിൻ്റെ അധിപനാക്കി ദൈവം ഉയർത്തി. നീ കർത്താവിൽ ഉറച്ചു നിൽക്ക്. ഒരു ദിവസം നിന്റെ ഉയർച്ചയുണ്ടാവും. കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയിൽ ഉറപ്പിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.